നോമ്പൊക്കെ ആയിട്ട് എല്ലാവരും പത്തിരിയൊക്കെ കഴിച്ച് മടുത്തോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് കുഴിമന്തി ഉണ്ടാക്കിയെടുത്താലോ? അപ്പോൾ ഇന്ന് വൈകുന്നേരം നമുക്ക് കുറച്ച് കുഴിമന്തി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വളരെ എളുപ്പമാണ് കേട്ടോ. നമ്മൾ ഈ പത്തിരി ഇടിയപ്പമൊക്കെ കഴിച്ചിട്ട് മടുത്ത ആളുകൾ ഇതുപോലെ ഒന്ന് കുഴിമന്തി ഉണ്ടാക്കി നോക്കുക കേട്ടോ. 10 മിനിറ്റിനുള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ. അപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എളുപ്പം കാണിച്ചു തരാം കേട്ടോ. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ രുചിയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ വളരെ ടേസ്റ്റിയിൽ നമുക്കൊന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. പെട്ടെന്ന് പറഞ്ഞുതരാം. ഒന്ന് കണ്ടു നോക്കേ. അപ്പോൾ അതിനായിട്ട് എടുത്തേക്കുന്നത് കുറച്ച് ചിക്കനാണ് കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ നമുക്ക് ഒരുപാട് ചിക്കൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ആവശ്യത്തിന് ചിക്കൻ മാത്രം ഇതുപോലെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയ പീസുകളൊക്കെ ആയിട്ട് ഒന്ന് കഷ്ണിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കാം. ആ മാഗ്നേറ്റ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് മസാല തയ്യാറാക്കാം കേട്ടോ. മസാല തയ്യാറാക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ ഒരു 3-4 വെളുത്തുള്ളിയും അതുപോലെ നമ്മൾ വെള്ളം തിളപ്പിക്കുന്ന ചെറിയ ജീരകം ഉണ്ടല്ലോ, ആ ഒരു ചെറിയ ജീരകം, കുറച്ച് കുരുമുളക് മതി കേട്ടോ. ബാക്കി കുറച്ച് കുരുമുളക് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചോറിലേക്ക് ഇടാനായിട്ട് വേണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇനിയിപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഇടാനുള്ളത് നമുക്ക് 1 സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1.5 സ്പൂണായിട്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇട്ട് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണേ. ഇനിയിപ്പോൾ നമുക്കത് ഇതുപോലെ മീറ്റ് മസാലപ്പൊടി ഉണ്ടെങ്കിൽ മീറ്റ് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ ഗ്രാമ്പു ഏലക്കപ്പട്ട പൊടിച്ചത് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പും അതുപോലെ ഒരു നുള്ളു കോൺഫ്ലോർ ഉണ്ടെങ്കിൽ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം, ഇല്ലയെന്ന് വെച്ചാൽ കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഫ്ലേവർ ഒന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ പാം ഓയിലാണെങ്കിലും മതി കേട്ടോ. കാരണം എന്താണെന്നറിയാമോ, നമുക്ക് ഒരു ചിക്കനിലൊക്കെ ഒരു വെളിച്ചെണ്ണയുടെ ഫ്ലേവർ വരുമ്പോൾ നമുക്ക് ആ മന്തിക്കൊരു എണ്ണയുടെ ഒരു ഫ്ലേവർ വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഒന്നില്ലെങ്കിൽ പാം ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക കേട്ടോ. ഇതുപോലെ ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ പേസ്റ്റ് ആക്കിയിട്ട് അടിച്ചെടുക്കുക. ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് നമുക്ക് ചിക്കൻ്റെ മുകളിൽ നന്നായിട്ട് ഒന്നാണ് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. ഏകദേശം ഒരു തേച്ച് വച്ചിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് നേരം ഒന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ചാലും മതി കേട്ടോ. നന്നായിട്ടൊന്ന് മുളകൊക്കെ പിടിച്ചൊന്ന് സെറ്റായിട്ട് വന്നെ. അപ്പോൾ ഏകദേശം ഞാനൊരു 10 മിനിറ്റ് ഞാനൊന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചായിരുന്നു കേട്ടോ. അപ്പം ഇതുപോലെ നന്നായിട്ട് അത് സെറ്റായി മുളകൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ലൊരു ഇതായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് അപ്പം തന്നെ മുളക് പൊരിയിട്ട് പൊരിക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അതിങ്ങനെ അതിൻ്റെ മുകളിലുള്ള മസാല അലത്ത് പെട്ടെന്ന് അങ്ങോട്ട് ഇതായിട്ട് വരും. അതുകൊണ്ടാണ് ഒരു 10 മിനിറ്റ് വരെ ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ വെളിയിൽ മാറ്റി വെച്ചാലും മതി. ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല. ഒരു കുറച്ച് എണ്ണ നമുക്ക് ഇതുപോലെ എടുത്ത് ഒഴിക്കുക. പാം ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ കേട്ടോ, മറന്നു പോരുത്. അപ്പോൾ ഇതുപോലെ എടുത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് എണ്ണയിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മുറിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ മുകളിലേക്ക് നമുക്ക് ഇത്തിരി മല്ലിയില തൂളി കൊടുക്കാം കേട്ടോ. ഇനിയിപ്പം ഇത് പോരെ, നമുക്ക് ഇത്തിരി വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കാം. ഇനിയിപ്പം മൂടി വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. എന്നാലാണ് ഉള്ളൊക്കെ വെന്ത് നല്ല നമ്മൾ മന്തി വാങ്ങുമ്പോൾ ആ ഒരു എന്താ ചിക്കൻ്റെ കകം ഇരിക്കത്തില്ല, അതുപോലെ വെന്ത് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്കും ഇതുപോലെയൊക്കെ ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വന്നു, അതുമല്ല അടിഭാഗമൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഈ ഒരു ഉള്ളും കൂടെ വേവാനായിട്ട് ഒന്നുകൂടെ മൂടി വെച്ച് വേവിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചോറിൻ്റെ പണി നോക്കാം. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് മന്തി റൈസാണ് കേട്ടോ. മന്തിയുടെയൊക്കെ നീളം റൈസ് ഉണ്ടല്ലോ, ബിരിയാണി റൈസ് പോലത്തെ അതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉരുളിക്കകത്തേക്ക് ഒരു 5-6 ഏലക്ക, 8 ഏലക്ക കൂടുതൽ എടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഗ്രാമ്പൂ ഏലക്കയും പട്ടയൊക്കെ ഇതുപോലെ ഇട്ട് കൊടുക്കുക. കുരുമുളക് ഇട്ട് കൊടുക്കാൻ വിട്ടു പോകരുത് കേട്ടോ, എന്നാലും നമുക്ക് ചോറ് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരത്തുള്ളൂ. കുരുമുളക് കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾ ഏലക്ക ഇടുമ്പം ഒന്ന് ചതച്ചിട്ട് ഇടുക കേട്ടോ, ഒന്ന് പൊട്ടിച്ചിട്ട് ഇടുക. അതിനിപ്പോൾ നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാനുള്ളത് നമ്മൾ ചിക്കൻ മാഗി ക്യൂബാണ് കേട്ടോ. ഇതെല്ലാം ബേക്കറി ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതിന് 30 രൂപയാണ് ചിക്കൻ മാഗി ക്യൂബിന്. ഇനിയിപ്പോൾ അത് പല റേറ്റിലുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കഷ്ണമാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാനത് ഒരു കഷ്ണമാണ് 2ആയിട്ട് മുറിച്ച് ഇട്ടു എന്നുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇതുപോലെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഉണക്ക ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ചെറിയൊരു നാരങ്ങയുടെ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നാരങ്ങ വാരി ഇടണ്ട, കയ്പ്പ് വരും കേട്ടോ. അപ്പോൾ ചെറിയൊരു നാരങ്ങയുടെ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ നമ്മൾ കഴുകി വാരി വെച്ചേക്കുന്ന അരി ഇതുപോലെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചോറ് വേവുന്നതിൻ്റെ ആവശ്യത്തിനുള്ള വെള്ളം എടുത്ത് ഒഴിക്കുക കേട്ടോ. ഇതിന് ശേഷം നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കിയിട്ട് നമുക്ക് ഏകദേശം ഒരു 5 മിനിറ്റ് നേരം ആകുമ്പോൾ നമ്മൾ അടപ്പ് തുറന്ന് നോക്കണം കേട്ടോ. അല്ലെങ്കിൽ എന്തോരാണ് വെള്ളത്തിൻ്റെ അളവ്, എങ്ങനെയാണ്, കുറവാണോ കൂടുതലാണോ എന്നൊക്കെ ഒന്ന് നോക്കുക. ഇതുപോലെ അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ആയപ്പോഴത്തേക്കും ഞാൻ തുറന്ന് നോക്കിയപ്പം ചോറ് ഏകദേശം ഒരു പകുതി വേവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പകുതി വേവായി വന്ന് കഴിഞ്ഞപ്പോൾ ഫുൾ വേവാനായിട്ട് നിൽക്കരുത് കേട്ടോ. ഈ ഒരു പകുതി വേവിൽ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു സെൻറ്റർ ഭാഗത്ത് കുറച്ച് ഭാഗങ്ങൾ മാറ്റി കൊടുത്തിട്ട് നമുക്കിതുപോലെ നമ്മളവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന നമ്മുടെ ചിക്കൻ്റെ ഇതുപോലെ അങ്ങോട്ട് കൊട്ടി കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് കിള്ളിയിട്ട് കൊടുത്തിട്ട് നമ്മുടെ റൈസ് എല്ലാം ഇതിന് മുകളിലേക്ക് ഒന്ന് തട്ടിയൊപ്പി ഒന്ന് മൂടിയിട്ട് ഒരു 5 മിനിറ്റ് നേരം കൂടെ ആയിട്ട് ഒന്ന് വേവാനായിട്ട്, ശരിക്കും ആ ഒരു മസാലയും ചിക്കൻ്റെ ഒക്കെ ആ ഒരു മസാലയും ഒക്കെ പിടിക്കാനായിട്ട് ഒന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് പച്ചമുളക് ഇതുപോലെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ഒരു പച്ചമുളകിൻ്റെ ഒക്കെ ആ ഒരു ഫ്ലേവർ ആ ഒരു ചോറിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു 5-6 പച്ചമുളക് ഇതുപോലെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിന് ശേഷം ചോറൊന്ന് മൂടി വെച്ചിട്ട് ആ ഒരു 5 മിനിറ്റ് നേരം കൂടി വെയിറ്റ് ചെയ്യുക.
ഇതുപോലെ ഏകദേശം ചോറ് ഏകദേശം കണ്ടില്ലേ ഒട്ടും തന്നെ നമ്മൾ ചോറ് കുഴഞ്ഞു പോകാതെ തന്നെ അത് എന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു മന്തിയുടെയൊക്കെ ഒരു അതേ ഫ്ലേവർ കിട്ടാനായിട്ട് ഫുള്ളൊന്ന് ഇതുപോലെ ഒന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് പുകയ്ക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഈ ഒരു പുകച്ചോ വരാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫുള്ളൊന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ അടുപ്പിലൊക്കെ കത്തിക്കുന്ന കരി ഉണ്ടല്ലോ, അത് നമ്മൾ ഇതുപോലെ ഒന്ന് കത്തിച്ച് കൊടുക്കട്ടെ. അപ്പോൾ നമ്മുടെ വീട്ടിൽ മിക്കവരൊക്കെ വീട്ടിൽ അടുപ്പിൽ തീ കത്തിക്കില്ലല്ലോ. അപ്പോൾ അടുത്ത വീട്ടിലേക്കൊക്കെ പോയി ഞാൻ അടുത്ത വീട്ടിൽ നിന്ന് എടുത്തുന്ന കരിയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഗ്യാസിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ട് ആ ഒരു സ്റ്റീലിൻ്റെ ക്ലിപ്പ് വെച്ചിട്ട് ഒന്ന് കത്തിച്ചിട്ട് ഇതുപോലെ പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് ഞാൻ ഇതുപോലെ വച്ച് കൊടുത്താണ് കേട്ടോ. ഇത്തിരി എണ്ണ ആ കരിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നാലാണ് ശരിക്കും ഒരു ഇത് കത്തിപ്പിടിക്കത്തുള്ളൂ. അപ്പോൾ ഏകദേശം ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ നേരം അത് മൂടി വെച്ചായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ എടുത്ത് നോക്കിയപ്പം ശരിക്കും നല്ല കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന മന്തിയുടെ അതേ മണം അതേ രുചിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നോമ്പ് തുറക്കി ഇതുപോലെ എളുപ്പത്തിൽ നമുക്ക് 10 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു മന്തി റൈസാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികൾക്കും ഒന്ന് ഷെയർ എത്തിക്കാം കേട്ടോ. പിന്നെ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ.